നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിപ രോഗം റിപ്പോർട്ട് ചെയ്ത നാട്ടുകൽ, കിഴക്കുംപുറം മേഖലകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നൂറിലേറെ പേരെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട 18-കാരിക്ക് പ്രാഥമിക പരിശോധനയിൽ നിപ കണ്ടെത്തിയതോടെ മലപ്പുറം മങ്കടയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ നാട്ടുകലിലും മലപ്പുറം ജില്ലയിലെ മങ്കടയിലുമാണ് നിപ സ്ഥിരീകരിച്ചത്. നാട്ടുകൽ സ്വദേശിയായ 38-കാരി രോഗബാധയെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും രോഗം സ്ഥിരീകരിച്ചതോടെ മേഖലയിൽ കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളിലും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇവിടെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂ. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 100-ലേറെ പേരെ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി. യുവതിയുടെ വീടിനു സമീപമുള്ള പാലോട്, കരിങ്കല്ലത്താണി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീടാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവതി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല. വിശദമായ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതേസമയം മങ്കട സ്വദേശിയായ 18-കാരി കഴിഞ്ഞ 1-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ വൈറസ് ബാധ കണ്ടെത്തിയത്. സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. മങ്കടയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മരണപ്പെട്ട 18-കാരിയെ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. 3 ജില്ലകളിലും 26 കമ്മിറ്റികൾ വീതം രൂപീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിപുലമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് പോലീസിന്റെ സഹായവും തേടും. അമൃത ന്യൂസ്, മലപ്പുറം.